നാഷണൽ ഹൈവേ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കടമെടുത്തിട്ടാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപ നാഷണൽ ഹൈവേക്ക് വേണ്ടി കടമെടുത്ത് പ്രവർത്തിക്കുകയാണ്. പക്ഷെ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള കടമെടുക്കാനുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നു. ഇവിടെയാകട്ടെ കേന്ദ്ര നിക്ഷേപം കുറഞ്ഞു വരികയാണ്, കേന്ദ്ര സ്ഥാപനങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ റെയിൽവേ വിഹിതം കേരളത്തിലാണ്. നമ്മുടെ ശബരി റെയിൽപാത, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരുന്നില്ല. ഇതിനെല്ലാം ഈ മാനദണ്ഡം മുമ്പോട്ട് വെക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ചുരുക്കത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിക്കുകയാണ്. ഈ മുരടിപ്പിനെതിരായി എന്തെങ്കിലും പ്രതികരിക്കാൻ കേരളത്തിലെ UDF കോൺഗ്രസ് UDF MP-മാരോ മുന്നോട്ട് വരുന്നില്ല. ഈ കേന്ദ്ര അവഗണനക്കെതിരായി യോജിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എന്ന കാര്യം വെച്ചുകൊണ്ട് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് മന്ത്രിമാർക്ക് സമർപ്പിക്കാൻ, ധനമന്ത്രിക്ക് സമർപ്പിക്കാൻ UDF-ൻ്റെ MP-മാർ ആ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പുവെക്കാൻ പോലും ഇതിനു മുൻപ് തയ്യാറായില്ല. കേരളത്തിൻ്റെ വികസനം മുരടിക്കരുത്. അതുകൊണ്ട് തന്നെ വികസനത്തിനുള്ള പണം കണ്ടെത്തി ഫലപ്രദമായൊരു പ്ലാനിങ്ങിലൂടെ അതിവേഗത്തിലുള്ള വികസനത്തിന് കേരള ഗവൺമെൻറ് രൂപം കൊടുക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ അവഗണനക്കെതിരെ കേരളത്തോട് കാണിക്കുന്ന, കേരള ജനതയോട് കാണിക്കുന്ന അവഗണന, ഇത് രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല. കേരളത്തിലെ ജനങ്ങൾക്കാണ് അതിൻ്റെ ദോഷം. കേരളത്തിലെ ജനങ്ങളുടെ വികസനമാണ് മുരടിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതികേട്, ജനവിരുദ്ധ നയങ്ങൾ, ഇതിനെതിരായിട്ടുള്ളൊരു വലിയ പ്രക്ഷോഭം ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ബഹുജന സമരങ്ങളായിരുന്നു. ഇനി ഡൽഹിയിൽ ഫെബ്രുവരി മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് ജന്തർ മന്ദിർ, അവിടെയാണ് ഡൽഹിയിൽ സമരകേന്ദ്രം. കേരള ഹൗസിൻ്റെ മുമ്പിൽ നിന്ന് ജാഥയായി പുറപ്പെട്ട് ജന്തർ മന്ദിറിൽ ഒരു സമരം ചെയ്യാൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരാകെ, അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ MLA-മാരും MP-മാരും രാജ്യസഭയിലെയും ലോകസഭയിലെയും MP-മാരും ആ സമരത്തിൽ പങ്കെടുക്കണം എന്നാണ് LDF തീരുമാനിച്ചത്. LDF ആഗ്രഹിക്കുന്നത് ഇത് LDF-ൻ്റെ മാത്രം ഒരു സമരമായി മാറരുത്. ഇത് കേരള ജനതയുടെ സമരമാണ്. അതുകൊണ്ട് പ്രതിപക്ഷമാണെങ്കിലും വ്യത്യസ്ത കക്ഷികളിലാണെങ്കിൽ പോലും അവരെല്ലാം കേരളീയരാണ്. കേരളത്തിൻ്റെ വികസനം, അഭിവൃദ്ധി, കേരള ജനതയുടെ അഭിവൃദ്ധി, ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ സമരവുമായി, ഈ പ്രവർത്തനവുമായി സഹകരിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെ ഒരു യോജിച്ച പ്രവർത്തനത്തിന്, ഡൽഹിയിൽ യോജിച്ച് ഒരു സമരത്തിന് അവരുടെ കൂടി പങ്കാളിത്തം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രതിപക്ഷവുമായി, പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി UDF-നോട് അഭ്യർത്ഥിക്കുന്നത്, ഇത് കേരള ജനതയുടെ സമരമാണ്. അതുകൊണ്ട് നിങ്ങളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായി നടത്തുന്ന ഈ സമരത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാകണം. നിങ്ങളുടെ MLA-മാരും MP-മാരും കൂടി
ഈ സമരത്തിൽ പങ്കാളികളാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ആ ദിവസം ഇടതുപക്ഷ മുന്നണി ആലോചിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും ഒരു വലിയ ബഹുജന സമരം നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും എന്ന് പറയുമ്പോൾ ഇന്ന് ബൂത്തുകൾ, പാർലമെൻറ്റ്, അസംബ്ലി, പഞ്ചായത്തിൻ്റെ കീഴിലായി ബൂത്തുകളുണ്ട്. ബൂത്ത് തലം തൊട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ്.